എന്തായാലും നമ്മുടെ ലഹരിക്കെതിരെയുള്ള ആലത്തൂർ സൗഹൃദ വേദിയുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങും അതുപോലെ നിങ്ങളുടെ ഈ ഇപ്പോൾ നടന്ന ഘോഷയാത്രയും വിളംബരവും ഒക്കെ തന്നെ എന്തുകൊണ്ടും ഇന്നത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥിതി, ഇന്നത്തെ ഈ പരിതസ്ഥിതിയിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നു. കേരള പോലീസിനെയും ആലത്തൂർ പോലീസിനെയും പാലക്കാട് പോലീസിനെയും പേരിൽ ആദ്യമേ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ അർപ്പിക്കുക. കാരണം ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി ശ്രീ രവികുമാർ മാസ്റ്റർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ CMന്റെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പോകേണ്ട ഒരു കാര്യമുള്ളതിനാൽ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഏകദേശം 1 മണിക്കൂറോ 2 മണിക്കൂറോ പോരാത്ത അത്രമാത്രം കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എൻ്റെ മുന്നിലുള്ളത് നമ്മുടെ കുട്ടികളാണ്, അതുപോലെ മാതാപിതാക്കളാണ്. ഇവിടെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീകരമായ ആപത്താണ് എന്നെല്ലാം നമുക്കറിയാം. ഇത് എന്താണ് ഈ ലഹരിക്കെതിരെയുള്ള പ്രതിവിധി എന്നത് നാം വളരെ വ്യക്തമായി അല്ലെങ്കിൽ ശക്തമായി തന്നെ അതിനു വേണ്ടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ ലഹരിക്കെതിരെയുള്ള പ്രതിവിധി അല്ലെങ്കിൽ ഈ ആപത്തിനെതിരെയുള്ള പ്രതിവിധി? നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവജനതയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാം? ഇവിടെ ഒറ്റ മാർഗമേ അല്ലെങ്കിൽ ഒറ്റ പ്രതിവിധിയെ ഞാൻ കാണുന്നുള്ളൂ. ഈ ലഹരിക്കെതിരെ മറ്റൊരു ലഹരി വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഈ ആപത്തിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ആ മറ്റൊരു ലഹരി എന്നത്? അവിടെയാണ് പേരൻ്റായിട്ടുള്ള, മാതാപിതാക്കളായിട്ടുള്ള, അച്ഛനമ്മമാരായിട്ടുള്ള നമ്മുടെ എല്ലാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ചൂടും അനുഭവിച്ച ഒരു കുട്ടിയും ഇന്ന് ഈ രാസലഹരിക്കെതിരെ പോകില്ല എന്നത് 100% ഉറപ്പാണ്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ വീണ്ടും അതിലേക്ക് പോകുന്നു എന്ന കാര്യം ഓരോ മാതാപിതാക്കളും, ഓരോ ആളുകളും, ഇന്നെൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ, നാളെ നിങ്ങൾ ആണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഈ ലഹരിക്കെതിരെ, ഈ രാസലഹരിക്കെതിരെ നമ്മുടെ സ്നേഹവും നമ്മുടെ ലാളനകളും അല്ലെങ്കിൽ നാം എന്താണെന്ന് അറിഞ്ഞ ഒരു കുട്ടിയും ഈ വിപത്തിനെതിരെ അല്ലെങ്കിൽ അതിൻ്റെ സുഹൃത്തായിട്ട് പോകില്ല എന്നത് 100% ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, എൻ്റെ പേരക്കുട്ടി അല്ലെങ്കിൽ ഞാൻ അറിയുന്ന മറ്റൊരു കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് നാം തന്നെയാണ്. അതിൽ ഓരോ പേരൻറ്റും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ. അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് 100% നമുക്ക് ഈ വിപത്തിനെതിരെ പൊരുതാൻ അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മുടെ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ കഴിയും. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്കിതിൽ നിന്ന് പിന്തിരിപ്പിക്കാം? ഞാൻ എവിടെ പ്രസംഗിക്കാനും അല്ലെങ്കിൽ എവിടെ സംസാരിക്കാൻ കിട്ടുമ്പോൾ അവസരം ഞാൻ പറയുന്നൊരു കാര്യം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട അച്ഛന്മാരും, നിങ്ങളുടെ കുട്ടികളെ ഓരോ ദിവസവും ഒന്ന് നിങ്ങളോട് ചേർത്ത്, നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത്, നിങ്ങളുടെ മാറോട് ചേർത്ത് ഒരു നിമിഷം അവനെ അല്ലെങ്കിൽ അവളെ ആലിംഗനം ചെയ്യുക. അവളെ അവളുടെ നെറ്റിയിൽ അല്ലെങ്കിൽ അവൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുക. സ്നേഹത്തോട് ചേർത്ത് നിർത്തുക. ഇന്ന് നമ്മൾക്കൊന്നും അതിന് നേരമില്ല. ഏതെങ്കിലും ഒരു ദിവസം കിട്ടിയാൽ, ഏതെങ്കിലും ഒരു സമയം കിട്ടിയാൽ നമുക്ക് നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലാണ്. അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ ആരായാലും കിട്ടുന്ന സമയമൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരെ നല്ല വഴികൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടികളുടെ ഓരോ ആവശ്യങ്ങളും നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിരസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നതിനാണ് അവിടെ മറുപടി. പക്ഷെ നമ്മളൊക്കെ, അതായത് ഞാൻ പറയുന്നത് എൻ്റെ പ്രായവും അല്ലെങ്കിൽ എന്നേക്കാൾ മുതിർന്ന ആളുകളും തന്നെയാണ്. നമ്മുടെ ചെറുപ്പകാലങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നാം വളർന്ന കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? നമുക്ക് നമ്മുടെ അച്ഛനമ്മമാർ
ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ എത്രയോ ആവശ്യപ്പെട്ടിട്ടാണ് കിട്ടാറ്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്കോ നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അവരുടെ ഒരാവശ്യവും നമ്മൾ നിരുത്സാഹപ്പെടുത്താറില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ തന്നെ ചെയ്തു കൊടുത്ത് അതിലേക്ക് നമ്മൾ അവരെ എത്തിച്ചു കൊടുത്ത് ഒരു കാര്യങ്ങൾക്കും നമ്മൾ അവരെ ഒരു ബുദ്ധിമുട്ട്, ₹1 ഉണ്ടാകുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, മാതാപിതാക്കളായ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു പേരൻറ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഓരോ വിപത്തുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അവിടെ തീരും ഈ ഒരു പ്രശ്നം. അതിന് നാം തയ്യാറാവുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പേരൻറ്റുകളായിട്ടുള്ള, അതായത് മാതാപിതാക്കളായിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും സംവദിക്കുന്ന കുട്ടികളാണ്. NCC കേഡറ്റ്സ് ആയാലും നമ്മുടെ SPC കുട്ടികളായാലും എൻ്റെ NSSൻ്റെ കുട്ടികളായാലും സ്കൗട്ടിൻ്റെ കുട്ടികളായാലും റെഡ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളായാലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ഓരോ മത്സരവും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സേഫായിട്ടിരിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ന് നേരത്തെ പറഞ്ഞ ഈ ഒരു ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരിയുടെ അടിമകളാക്കി മാറ്റാനുള്ളതാണ്. നാം തിരഞ്ഞെടുക്കുക, നമ്മുടെ വഴി നാം തിരഞ്ഞെടുക്കുക. എൻ്റെ ജീവിതം ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നും, ഞാൻ ഈ വേൾഡിൽ പിടിച്ചു നിൽക്കുമെന്നും, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഓരോ ലക്ഷ്യങ്ങളും, ഓരോ ഗോള് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ മുന്നേറി അതിലെത്തിച്ചേരുമെന്ന് നാം ഒരു പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെ ഇന്ന് കാണുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരുപാട് നിരവധി കാരണങ്ങളുണ്ട്. അതിന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഫാമിലി ആയിരിക്കാം. ഇതൊക്കെ പല കാരണങ്ങളായിരിക്കും. പക്ഷെ അതിലേക്കൊന്നും പോവാതെ എൻ്റെ ലക്ഷ്യം ഇതാണ്, ഒരു യഥാർത്ഥ പൗരനായി അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഏറ്റവും നല്ല ഒരു വ്യക്തിയായി ഞാൻ മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു രാസലഹരിക്കോ ഒരു തെറ്റായ വഴിയിലൂടെ ഞാൻ പോകില്ല എന്ന ഉറപ്പായ ദൃഢപ്രതിജ്ഞയോടെ നിങ്ങൾ മുന്നേറുക. അതിൽ മുന്നേറാൻ വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും തരാൻ നിങ്ങളുടെ അച്ഛനമ്മമാർ ഇവിടെ തയ്യാറാണ്. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ അച്ഛനമ്മമാർ നിങ്ങളെ വളർത്തുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കൂടുതൽ സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ല, അതുകൊണ്ട് മാത്രമാണ് നിർത്തുന്നത്. കുറെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ 5:30 ഡ്യൂട്ടി ഞങ്ങൾക്ക് തുടങ്ങുകയാണ്. അതുകൊണ്ട് മാത്രം നിർത്തുകയാണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഏറ്റവും നല്ല, ഇന്ന് ഈ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടന്ന് ഈ വേദിയിലെത്തി നിൽക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ഒരു മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പോകട്ടെ കേട്ടോ, ഇതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇത് എനിക്ക് 5:30 വിളി വന്നുകൊണ്ടിരിക്കും കേട്ടോ.